ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ 2025 എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിനൊരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പ്ലാനിലുണ്ടായിരുന്നതായിരുന്നു റൂമൊക്കെ ക്ലീൻ ചെയ്ത് ലോണ്ട്രി ബാസ്ക്കറ്റൊക്കെ ക്ലിയർ ചെയ്ത് റെഡിയായി ഇരുന്നിട്ട് വേണം ന്യൂ ഇയറിലേക്ക് കടക്കാൻ എന്നുള്ളത് കേട്ടോ. ലോണ്ട്രി ഒക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇനി കുറച്ച് ക്ലോത്ത്സ് കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ആ പരിപാടിയാണ് ലാസ്റ്റ് മിനിറ്റ് പരിപാടിയായിട്ട് എൻ്റെ ലിസ്റ്റിൽ നിന്ന് ബാക്കിയുള്ളത്. ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ അലമാര തുറന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ അലങ്കോലായി കിടക്കലായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ കാണുന്നതൊന്നും ഇഷ്ടമല്ല. അതൊക്കെ ഓവർ ദി ഇയർ വന്ന കുറച്ച് പോസിറ്റീവ് ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ അതുപോലെ മടക്കി വെക്കുന്നതും എനിക്കിഷ്ടമാണ്. അപ്പോൾ നല്ല വ്ളോഗ്സൊക്കെ കണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ന്യൂ ഇയർ ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലോഡ് ചെയ്യാനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 more minutes ഉള്ളൂ ന്യൂ ഇയറിന്. അപ്പോൾ നമുക്ക് സീനൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിരിക്കാം. സീനൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ഈ ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് വെക്കാനാണ് കേട്ടോ. 12 ആയി തോന്നുന്നു. ഒക്കെ മുട്ടുന്ന നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ന്യൂ ഇയർ ട്രഡീഷൻ പറയാം കേട്ടോ. ഇപ്പോൾ 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എ ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ അടുത്ത ന്യൂ ഇയറിന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ 2024 ന്യൂ ഇയറിന് ഞാൻ എനിക്ക് വേണ്ടി തന്നെ എഴുതിയ ഒരു ലെറ്ററായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ സങ്കടമോ സന്തോഷമോ ഒക്കെ കൂടി ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. കാരണം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു 2024 ന്യൂ ഇയർ എന്ന് പറയുന്നത്. കോളേജ് കഴിഞ്ഞ് ജസ്റ്റ് ഈ പ്രൊഫഷണൽ ലൈഫിലേക്ക് കടക്കുന്നതിൻ്റെ ആ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസും ഭയങ്കര സങ്കടവും എന്താ ചെയ്യാമെന്നറിയാത്ത അങ്ങനത്തെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് വായിക്കുമ്പോൾ കുറേയൊക്കെ ഫിഗർ ഔട്ട് ചെയ്തല്ലോ എന്നുള്ള ഒരു സമാധാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഈ ലെറ്റർ വായിക്കുമ്പോൾ കിട്ടാറ്. അതായത് അന്ന് അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് ഫ്യൂച്ചർ സെൽഫിനല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ കുട്ടിയായിരിക്കുമ്പോൾ എഴുതിയത് വായിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ ഇനി 2026 January 1 വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് ഇപ്പോൾ എഴുതുന്നത്. ബുള്ളറ്റ് ജേർണലിംഗ് വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ഞാനിത് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ ബുള്ളറ്റ് ജേർണലിൽ ഒരു സ്പേസ് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഞാനതിവിടെ കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്ന നല്ലൊരു ട്രഡീഷനാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യുന്നത്. വായിക്കുന്നതും ഇഷ്ടമാണ്, അങ്ങനെ ഒരു ലെറ്റർ എഴുതുന്നതും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിനി അടുത്ത ന്യൂ ഇയറിനെ വായിക്കുന്നുള്ളൂ. അപ്പോൾ അത് സീൽ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും 1 year അല്ലേ ആവുന്നുള്ളൂ ലെറ്ററിൽ എഴുതിയതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന്. ബട്ട് ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല. ഇനി എൻ്റെ മെമ്മറി വീക്കായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല കേട്ടോ. അത് വായിക്കുമ്പോൾ വേറെ ആരോ എഴുതിയ പോലത്തെ വായനയാണ് എനിക്കുണ്ടാവാറ്. കാരണം 0 ആയിട്ടുണ്ടാവും ഞാൻ അതിൽ എന്താ എഴുതിയെന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി ചെയ്യുന്നത് ഞാൻ എൻ്റെ ന്യൂ ഇയറിൽ നാളത്തെ ഡേ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നാളെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ലെറ്റർ എഴുത്തും നാളത്തെ ഡേ പ്ലാനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് 1 മണിയായി. അപ്പോൾ ഇനി കിടന്നുറങ്ങണം. ഇങ്ങനെയുള്ള ഓരോന്ന് ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ സ്ലീപ്പിംഗ് റുട്ടീനൊക്കെ തെറ്റിപ്പോവാറ്. എന്നിട്ട് പിന്നെ അത് ഫിക്സ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. രണ്ട് 3 മാസം മുന്നേ വരെ എനിക്ക് നല്ല കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുടങ്ങാതെ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് അത് ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എവിടേക്കോ വെച്ച് അത് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇനി മുതൽ അതൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു റെസൊല്യൂഷൻ കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗും കറക്റ്റ് അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്.
അങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് ഉഴുന്ന ദോശ. ഉഴുന്ന ദോശയ്ക്ക് നോർമലി ഇവിടെ ചട്നിയാണ് ഉണ്ടാവാറ്, ബട്ട് ഇന്ന് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്ന ചമ്മന്തി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തതാണ്. ബട്ട് ഇറ്റ് വാസ് പെർഫെക്റ്റ്. മുന്നത്തെ വീഡിയോസിൻ്റെ കമൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഡിഷ് വാഷറിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ്. നല്ല റിവ്യൂ തന്നെയാണ് കേട്ടോ. നമ്മളൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉപയോഗമുള്ളൊരു അപ്ലയൻസ് തന്നെയാണ്. ഐ റെക്കമെൻഡ് ഇറ്റ്. ഇത് ഏർലി മോർണിംഗ് ഒന്നല്ല, 11:30 ആയിട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നു. ഞാൻ ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം ജേർണലിങ് സെറ്റപ്പൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും 1-ാം തീയതിൻ്റെ മുന്നൊക്കെ അപ്ലോഡ് ചെയ്താലല്ലേ അത് നോക്കി ചെയ്യാനുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചതായിരുന്നു. പക്ഷേ എത്ര ഇരുന്ന് ഇന്നലെ ഹോൾ ഡേ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് എവിടെയും എത്തിയില്ല. ഇനിയും വോയിസ് ഓവർ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രോ ഭാഗമൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. ഒരു 10 മണിക്കൂർ കൂടുതലൊക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ ടൈം ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് ആ കാര്യത്തിലെന്ന് എനിക്കാണ് തോന്നുന്നത്. എന്നിട്ടും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം, ഞാൻ പറയുന്നത് അതല്ല. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ ഒരു 5-6 പ്രാവശ്യം വീണ്ടും കണ്ടു നോക്കും, എന്തെങ്കിലും മാറ്റം വരുത്തണോ അങ്ങനെ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഡെയിലി വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ഇടാനോ ഇങ്ങനെ പറ്റും. അതായത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. വീക്ക്ലി വൺസ് ഡൂവബിൾ ആണ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ others are doing it, but I can't. ഈ ബുള്ളറ്റ് ജേർണലിങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ ഞാൻ 2-3 ദിവസം എടുത്തിരിക്കണം കേട്ടോ. ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ആകുമ്പോഴും എനിക്ക് ആ പ്രശ്നമുണ്ട്. ഒരുപാട് നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡ്രെയിൻഡ് ആവും. ക്രിയേറ്റീവ് ജ്യൂസസ് ഒക്കെ ഇല്ലാണ്ടായിട്ട് പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് ടൈമിൽ കൂടുതൽ ക്രിയേറ്റീവ് ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കും, എന്നിട്ട് അടുത്ത ദിവസം ഫിലിം ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ബുള്ളറ്റ് ജേർണലിങ് വീഡിയോ ഡിലേ ആയത്. അപ്പോൾ ജാനുവരി 1 അപ്ലോഡ് ചെയ്യണം. ഇന്ന് അപ്ലോഡ് ചെയ്യണം, ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യും. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ഷോർട്സ് വീഡിയോ ഒന്നും അധികം ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ ഷോർട്സ് ആണല്ലോ ട്രെൻഡിങ്, ഇനി മുതൽ അതൊക്കെ ചെയ്യണം. അത് ഞാൻ ഈ ന്യൂ ഇയറിൽ വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഷോർട്സ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ വീഡിയോസ് എടുക്കാനാണ് ഇഷ്ടം. അറ്റൻഷനിൽ വരുന്ന സെൻറ്റൻസൊക്കെ ഫോം ചെയ്ത് കണ്ടു നോക്കൂ എന്നുള്ള പോലെയൊക്കെ ഡയലോഗൊക്കെ പറയാൻ എനിക്കറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഐപാഡിൽ ചാർജ് തീർന്നു. അർജുൻ വെച്ചിട്ട് ഇരുന്നപ്പോഴാണ് നിങ്ങൾ ഓർമ്മയായത്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൻ്റെ ദിവസമാണല്ലോ. പിന്നെ ഞാൻ ഇന്നലെ ബുള്ളറ്റ് ജേർണലിങ് വീഡിയോ ഇന്നലെ ഉച്ചയ്ക്ക് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. രാവിലെ മുതലേ എഡിറ്റ് ചെയ്യാതിരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നലെ അപ്ലോഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഉച്ചവരെ ഷൂട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അത് ഞാൻ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. അത് ക്ലീനപ്പ് ഒന്നും ചെയ്യാണ്ടാണ് ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യാനിരുന്നത്. കാരണം ഇന്നലെ തന്നെ എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ. എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്, കാരണം ഞാനത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതിരുന്നതല്ല. ഞാൻ മാക്സിമം ബ്രേക്ക് എടുക്കാണ്ട് ഇന്നലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല. ഡിന്നർ കഴിഞ്ഞാൽ ഒരു 10 മണീൻ്റെ മുന്നെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഡിന്നറൊന്നും കഴിക്കാണ്ട് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടും എനിക്കതിന് പറ്റിയില്ല. ഐ ട്രൈഡ്. അപ്പോൾ ആ ടേബിളൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. ഞാൻ മോസ്റ്റ് ഓഫ് മൈ ലൈഫ് ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു കേട്ടോ. തീരെ ഓർഗനൈസ്ഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ സാധനം എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയുന്നുണ്ടാവും.
എൻ്റെ മൈൻഡിൽ അത് ഓർഗനൈസ്ഡ് ആയിരിക്കും. ബട്ട് ഇങ്ങനെ എല്ലാം അടുക്കി ഒതുക്കി അതിൻ്റെ സ്ഥാനത്ത് വെച്ച് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളേ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് എനിക്കിപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട്. എന്തെങ്കിലും കേടായി കിടക്കുന്നുണ്ടായാലും എൻ്റെ റൂമിൽ എന്തെങ്കിലും നല്ലപോലെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുന്നവരെ എൻ്റെ മൈൻഡും ക്ലട്ടേർഡായി കിടക്കുന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ അധികവും ക്ലീനപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കാറ്. ഇന്ന് ശരിക്കും ജാനുവരി 4th ആയിട്ടോ. ന്യൂ ഇയറിന് എനിക്ക് നല്ല ഗംഭീര തുടക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ജാനുവരി 1 പീരിയഡ് ക്രാംസ് കാരണം ഉച്ചയ്ക്ക് ശേഷം എനിക്കൊന്നും ഫിൽം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങിയതല്ലേ, അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ജാനുവരി 4th പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. ഡേയ്സൊക്കെ പ്ലാൻ ഔട്ട് ചെയ്തിട്ട് അങ്ങനെ ഫിസിക്കൽ എനർജി ഒന്നും വേണ്ടാത്ത പണികളായിരുന്നു ഞാൻ കഴിഞ്ഞ 2 ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ മൈൻഡിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ വയറുവേദനയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിക്ക് തന്നെ റെസ്റ്റ് കൊടുക്കണം, ഇഷ്ടമില്ലാത്ത പണിയൊന്നും ചെയ്യരുതെന്നുള്ളൊരു ഞാനങ്ങനെ ഒരു റെസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അങ്ങനെ ഫിൽമൊന്നും ചെയ്തിട്ടില്ല. ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു. ഞാൻ ആകെ ബേക്ക് ചെയ്യുന്നൊരു സാധനം കേട്ടോ ബനാന ബ്രെഡ്. എപ്പോഴും ഒരേ റെസിപ്പി വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ വേറെയും നല്ല ചോക്ലേറ്റ് ബനാന ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ റെസിപ്പീസ് ഉണ്ടോ എന്ന്, അതായത് ഇവിടെ ഇൻഗ്രീഡിയൻസ് ഉള്ള റെസിപ്പീസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കി. അതാണ് എൻ്റെ റെസിപ്പി. ഞാൻ റെസിപ്പി ബുക്ക് ആക്കാമെന്നൊക്കെ വിചാരിച്ച് എടുത്ത ബുക്കായിരുന്നു. പക്ഷേ ഈ ഒറ്റ റെസിപ്പി മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ നമ്മളുടെ ലോഗോയിലൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റെസിപ്പി കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറേ റെസിപ്പിയൊക്കെ തരണമെങ്കിലും എനിക്കങ്ങനെ എൻ്റെ റെസിപ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കാനാണ് തോന്നുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്നിവിടെ റോബസ്റ്റ് പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ റോബസ്റ്റ് വെച്ച് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അപ്പോൾ ബനാന ബ്രെഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനിപ്പോൾ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജിമ്മിൽ ഡിസംബറിൽ തൊട്ടേ തുടങ്ങിയിട്ടുള്ളൂ. അത് ഭയങ്കര റെഗുലറായിട്ടൊന്നും അല്ല പോകുന്നത്, ഇടയ്ക്ക് മടിയാ. അപ്പോൾ ഇനി ഇതിൽ റെഗുലറായി പോയി വർക്കൗട്ടൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ പോയി വന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പം തന്നെ 4 മണിയായി. ഇനി പോയി വന്ന് ആദ്യം ജിമ്മിൽ പോകാനപ്പോൾ ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യണം. ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യണമെന്ന്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ഞാനൊരു ഫ്യൂ മന്ത്സ് ബാക്ക് ഒരു ഡയറ്റൊക്കെ ചെയ്തിട്ട് 12 kg വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റൊക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് അധികം സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ തോന്നി. അതായത് കാര്യമായിട്ട് വർക്കൗട്ടൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഡയറ്റ് മാത്രം നോക്കിയിട്ടായിരുന്നു വെയിറ്റ് ലോസ് ആയത്. അപ്പോൾ എനിക്ക് തോന്നി മസിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യണം, കുറച്ച് സ്ട്രെങ്ത് ഒക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടിയാണ് കേട്ടോ പോവാറ്. അപ്പോൾ ഫെലിസും ഞങ്ങളുടെ കൂടെ അധിക ദിവസങ്ങളിലും വരാറുണ്ട്. ഫെലിസിന് ജിമ്മിൽ വരുന്നതും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മോമോസും. ഇത് ഫ്രോസൺ മോമോസ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചു നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പാക്കിലുണ്ടായിരുന്ന ഹാഫ് മോമോ നമ്മൾ സ്റ്റീം ചെയ്തു, ഹാഫ് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് കുക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് പുറത്ത് വെച്ച് വെയിറ്റ് ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനെനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ.
അലി അബ്ദാലിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 തുടക്കത്തിൽ അവരൊരു സമ്മിറ്റ് പോലെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് 7:30 തുടങ്ങിയത്, പക്ഷേ രാത്രി വരെയുണ്ട്, 12:30 വരെ എന്തോ ആണ് സമ്മിറ്റ്. അത്രയുണ്ട്, ഒരുപാട് സെഷൻസ് ഉള്ള സമ്മിറ്റാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് സെഷനിൽ അധികവും നമ്മളുടെ പാസ്റ്റ് ഇയറിനുള്ള ഒരു റിഫ്ലക്ഷൻ പോലെയായിരുന്നു കേട്ടോ. നമുക്കുണ്ടായ ചാലഞ്ചസ്, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഗ്രോത്ത്, പ്രൊഫഷണൽ ഗ്രോത്ത്സ് എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടാവുമല്ലോ, പക്ഷേ നടക്കാത്ത, അതുപോലെയുള്ള എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു ഫസ്റ്റ് സെഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടോ, 12 മണിയൊക്കെ ആയി. ഞാനതിൻ്റെ ഇടയ്ക്ക് ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് വന്നപ്പോൾ പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ സമയമൊന്നുമില്ല, നാളത്തെ ഡേ പ്ലാൻ ചെയ്തിട്ട് കിടക്കാനൂടെ സമയമുള്ളൂ. സിംഗിൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. ബട്ട് ഇപ്പോൾ ഇത് 3ാമത്തെ ദിവസമായി. അതിന് കാരണമുണ്ട്, നമ്മളിതുവരെ ബനാന ബ്രെഡ് ഉണ്ടാക്കിയില്ലല്ലോ, ഇന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഇന്നലെ അറ്റൻഡ് ചെയ്ത സമ്മിറ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ എണീക്കുന്ന ഫസ്റ്റ് 30 മിനിറ്റ്സ് ഫോൺ നോക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാനത് ഇന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ഓർഗനൈസൊക്കെ ചെയ്തു ആ 30 മിനിറ്റ്സിൽ. Welcome back to our wonderful channel. Here's my little brother, Halin. His name is Halin. You remember when I was 3 years old and I did one craft? Now I'm 7. And here is the new member of my family and this YouTube channel. It's him. I would like to introduce him to all the members. All the members in the group. So he is one of the special members in this group. So he is one of the smallest babies on earth. He is cute but also a little disaster. He will scratch sometimes and also smile like he's a good boy. He's also a good boy and bad boy. We teach him about new things every day. He is a small baby and he knows how to pray. Wait, let me ask him. Look, he can do some funny things. Bangudkru. He's a little funny. He knows how to do Muslim things because he's a small Muslim. എങ്ങനെ പാട്ട് പാടുക? ഇപ്പോൾ കണ്ട 2 പേരും എൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് കേട്ടോ. മൂത്താൾ ഫെലിസ്, രണ്ടാമത്തെ ആൾ ഹാലൻ. ഫെലിസിന് വീഡിയോസൊക്കെ ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് കാലമായില്ലേ വീഡിയോയിൽ വന്നിട്ട് അവർക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ കൂടിയതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ് കോണൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ഓക്കെ, വെൽക്കം ടു മൈ കുക്കറി ഷോ ഓർ ബേക്കറി ഷോ, I don't know. അപ്പോൾ ബനാന ബ്രെഡ് എന്ന് 4-5 ദിവസമായി ഞാൻ പറഞ്ഞ് നടക്കുകയാണല്ലോ. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. ഇതൊരു അസമയമാണ്, അത് വേറെ കാര്യം. ഞാൻ കിച്ചൺ ഒഴിവായിട്ട് ഒറ്റയ്ക്ക് ശാന്തമായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തപ്പോൾ കിച്ചൺ ഒഴിവാവാൻ പാതിരാത്രിയായി. ഞാൻ ഈ സമയത്ത് ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നതൊക്കെ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ബട്ട് ആ സമയത്ത് ആ സമാധാനവും നിശബ്ദതയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നേരം വൈകിയാലും പ്രശ്നമില്ല, ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നോർമലി ഇത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ 2 പഴം എടുക്കാറുള്ളൂ. ബട്ട് ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് റോബസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ 3 പഴം എടുത്തു. അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, എനിക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു വാശി കാരണം ഞാൻ പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് പോലും നോക്കിയിട്ടില്ല. എന്താവുമെന്ന് വഴിയേ അറിയാം.
അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബേക്കിംഗ് സോഡ തരുന്നിട്ട് കാണുന്നില്ല. ബേക്കിംഗ് പൗഡർ കിട്ടി, ബട്ട് ബേക്കിംഗ് സോഡ ഇല്ല. ബേക്കിംഗ് സോഡയാണ് നമ്മളുടെ റെസിപ്പിയിലുള്ളത്. അപ്പാരൻ്റ്ലി ദേ ആർ നോട്ട് ദി സെയിം തിങ്. അപ്പോൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഗൂഗിൾ പറയുന്നത് 3 times മോർ എടുക്കേണ്ടി വരും. അതായത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിൻ്റെ 3 ഇരട്ടി ബേക്കിംഗ് പൗഡർ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലേ ഞാൻ വിചാരിച്ചു ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് ചെയ്യാമെന്ന് പറയാം. അങ്ങനെ ബനാന ബ്രെഡ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവൻ്റെ അകത്ത് വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ എന്നുള്ളത് ഓർമ്മയായത്. അപ്പോൾ അതും എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 hour വെക്കണം. 1 hour ആണ് ഞാൻ ഈ റെസിപ്പി കണ്ട വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓരോ ഓവൻ ഡിഫറെൻ്റ് ആകുമ്പോൾ ബേക്ക് ചെയ്യുന്ന ടൈമും ഡിഫറൻസ് വരുന്നു തോന്നുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ ഓവൻ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ 1 hour കൂടുതലാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നാലും 1 hour ടൈമർ വെച്ചിട്ട് 1 hour തുറന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെയും വേണ്ടത്ര വെക്കാറാണ് പതിവ്. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീനപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ 1 hour ആയപ്പോഴും ഫുള്ളി ബ്രൗണൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ മുകൾ ഭാഗത്തൊന്നും. അപ്പോൾ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബനാന ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. യൂഷ്വലി ഉണ്ടാക്കുന്ന അത്ര നന്നായിട്ടില്ല. മേ ബി ബേക്കിംഗ് സോഡ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. പക്ഷെ എന്നാലും നല്ലതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കുന്നതിലും ഇഷ്ടം ഈ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ.
എല്ലാം ചെയ്ത് ലാസ്റ്റ് അത് നല്ലപോലെ ആകുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നല്ല രസമാണ്. അപ്പോൾ നാനോപ്പറേറ്റോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.